ഹായ് മക്കളെ, SSLC എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് +1 കടക്കുക എന്നുള്ളതാണ്. സോ +1 കടക്കുന്ന ഏതൊരു മക്കളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ഫസ്റ്റ് അവരുടെ ഡൗട്ട് എന്ന് പറയുന്നത് ഏത് സബ്ജക്ട് എടുക്കണം എന്നതായിരിക്കും. സയൻസ് എടുക്കണമോ, കൊമേഴ്സ് എടുക്കണമോ, ഹ്യൂമാനിറ്റീസ് എടുക്കണമോ, അങ്ങനെ കുറേ ഡൗട്ടിലായിരിക്കും അവർ നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ സയൻസ് എടുക്കാമെന്ന് തീരുമാനിക്കുന്ന മക്കളുടെ മനസ്സിലേക്ക് മറ്റൊരു ഡൗട്ട് കൂടി എത്തുന്നുണ്ട്. അതായത് അവർ ബയോളജി സയൻസ് എടുക്കണമോ അതോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമോ, ഏതാണ് എളുപ്പം, ഏതിനാണ് ഫ്യൂച്ചർ ഉള്ളത്, ഏതിനാണ് സ്കോപ്പ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബയോളജി സയൻസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഞാനാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഓഫ് കോഴ്സ്. യെസ്. അപ്പോൾ ബയോളജി സയൻസ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ എളുപ്പം എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സോ ആദ്യം ബയോളജി സയൻസിനെ കുറിച്ച്. മക്കളെ, ബയോളജിയിൽ +1 നിങ്ങൾ വരുമ്പോൾ 19 ചാപ്റ്റർ ആണ് ബയോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിന്റെ എണ്ണമൊന്നും കേട്ട് നിങ്ങൾ പേടിക്കുന്നത് വേണ്ട. എല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ 2 ടെക്സ്റ്റ് ബുക്ക് വെച്ചുണ്ട്. അത്രയൊന്നുമില്ല, ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. 19 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അതിനകത്ത് കുറേ ക്ലാസിഫിക്കേഷൻസും പിന്നെ അതുപോലെ തന്നെ ടാക്സോണമി, അതുപോലെ നമ്മുടെ അനാട്ടമി, മോർഫോളജി, ഹ്യൂമൻ ഫിസിയോളജി, പ്ലാന്റ് ഫിസിയോളജി, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ടോപ്പിക്സ്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ 8ലും 9ലും ഒക്കെ അവർ പഠിച്ച കാര്യങ്ങളാണ്. ദെൻ അത് കഴിഞ്ഞ് 12th വരുമ്പോൾ ഭയങ്കര ഈസിയാണ്. കാരണം നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ജെനറ്റിക്സ്, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോളജി, എക്കോളജി, ഇങ്ങനെയുള്ള കുറേ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി 11നെക്കാളും എളുപ്പമാണ് 12th എന്ന് പറയുന്നത്. സോ ബയോളജി ഒരു ചാപ്റ്റേഴ്സിന്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിക്കാണും. +2 വെറും 13 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ബയോളജിയുടെ ചാപ്റ്റേഴ്സിന്റെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ ടോപ്പിക്സ് ഒക്കെ പഠിക്കേണ്ടത് ഇതൊക്കെയാണ് വരുന്നത്. ഇതിൽ പലതും നിങ്ങൾ 8ലും 9ലും ഒക്കെ പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങൾ 11th ലും 12th ലും പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് അനസാർ എന്ന് പറയും. സാറേ, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച കൂട്ട് ഡ്രോയിങ് മാത്രമല്ല, പ്രോഗ്രാമിങ് കോൺസെൻട്രേറ്റ് ഉള്ള ഒരു സെക്ഷൻ തന്നെയാണ് +1 +2 കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ. ഫുള്ളി, അതായത് ബേസിക് പ്രോഗ്രാമിംഗ് മുതൽ അങ്ങ് അഡ്വാൻസ്ഡ് പ്രോഗ്രാം വരെ വൃത്തിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിലബസ് തന്നെയാണ് +1 +2 കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ +1 +2 കമ്പ്യൂട്ടർ ബേസിക് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കുറച്ച് ടഫ് ഒന്നുമല്ല, കുറച്ച് ഒരു സിമ്പിൾ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒരു 3rd ചാപ്റ്റേഴ്സ് വരുന്ന പക്ക പ്രോഗ്രാമിംഗ് ആണ്. കാരണം +1 +2 കമ്പ്യൂട്ടർ സയൻസ് ഉദ്ദേശിക്കുന്നതാണ് പ്രോഗ്രാമിംഗ് ആണ്. എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് പറയുക തന്നെയാണ് ഈ പറഞ്ഞ +1 +2 കമ്പ്യൂട്ടർ സയൻസ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന കുട്ടി ഇനി ഒരു സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് വരാനും കൂടി എങ്ങനെ പോകാം, കാരണം ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, എങ്ങനെ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആകാം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്ന സെക്ഷൻ തന്നെ നമ്മുടെ +1 +2 കമ്പ്യൂട്ടർ സയൻസിലുണ്ട്. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ സബ്ജക്ട് നോളജ് അല്ലെങ്കിൽ സബ്ജക്റ്റിനകത്ത് എന്താ പഠിക്കാനുള്ളത് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഓഫ് കോഴ്സ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് അഡ്രസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കോപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണ്. ബയോളജി സയൻസിനെ കുറിച്ച് പറയുമ്പോൾ മക്കളെ, ബയോളജി സയൻസ് ആണ് ഏറ്റവും കൂടുതൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ഒരു വലിയ സബ്ജക്ട്. കാരണം ബയോളജി സയൻസ് പഠിച്ച കുട്ടിക്ക് ഏത് മേഖലയിലേക്കും കടന്നു പോകാൻ സാധിക്കും. ഇത് ബയോളജി സയൻസുകാർക്ക് മാത്രമുള്ള ഒരു ബെനിഫിറ്റ് ആണ്. കാരണം അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടിയുടെ മേഖലയിലേക്കും കടന്നു പോകാൻ സാധിക്കും. ബയോളജി സയൻസുകാർക്ക് മാത്രമുള്ള മെഡിക്കൽ ഫീൽഡിലേക്കും പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് മേഖലയിലേക്കും കടന്നുകയറ്റക്കാരായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ആക്ച്വലി ബയോളജി സയൻസ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ ബാരിക്കേഡ്, ഒന്നും തന്നെ ഇല്ല. ഏത് മേഖലയിലേക്ക് നമുക്ക് പോകാം. അതുകൊണ്ട് തന്നെ സ്കോപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ബയോളജി സയൻസിന് അല്പം കൂടുതലാണ്. അതുകൊണ്ട് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ബയോളജി സയൻസ് ഓപ്റ്റ് ചെയ്യുന്നത്. അതെ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിനും അതിൻ്റെതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാമിൽ C++ ആണ്. ഒരു C++ പഠിക്കുന്ന ഒരാൾക്കെന്ന് പറഞ്ഞാലോ മറ്റുള്ള ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഈ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാം ലാംഗ്വേജ് ഉണ്ട്. അത് നമുക്ക് ഈ +2 കഴിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ കാരണം ഒരു ഈസി വേയിലുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് ഈ C+ പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് പഠിച്ച് ക്യാച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ഡ്രോബാക്കും കൂടെ ഉണ്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ. അതായത് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഡ്രോബാക്ക് ഒന്നും അല്ല. ഈ ഒരു +1 +2 CS എടുക്കുകയാണെങ്കിൽ ഒരു CS ഫീൽഡിൽ മാത്രമേ അല്ലെങ്കിൽ CS ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാരണം ഒരിക്കലും ബയോ സയൻസ് ഫീൽഡിലോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി എടുക്കാൻ പറ്റും, പക്ഷേ വേറെ ഫീൽഡിലോട്ട് പോകാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇപ്പോൾ കൂടുതലും കമ്പ്യൂട്ടർ സയൻസ് പോകുന്നത് എനിക്ക് തോന്നുന്നു, അല്ലേ സാറേ? അതെ, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് കൂടുതലും പോകുന്നത്. BTech CS, BTech AA അങ്ങനെ പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ആ ഒരു മേഖല അങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ആ സബ്ജക്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിൻ്റെതായിട്ടുള്ള മേഖലകളും സ്കോപ്പും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പഠിക്കാനാണെങ്കിൽ രണ്ടിലും കണ്ടന്റ് ഉണ്ട്. അല്ലാതെ രണ്ടും ഈസിയോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടോ ഒന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടിലും അതിന്റെ രണ്ട് തരത്തിലുള്ള
അപ്പൊ രണ്ടിലും പഠിക്കാനുള്ള കണ്ടന്റ് ഉണ്ട്, പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോ കമ്പ്യൂട്ടർ സയൻസിൽ പുതിയൊരു ലാംഗ്വേജ് നിങ്ങൾ ഇംബൈബ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ 10th ക്ലാസ് വരെ പഠിച്ച Yes, ഡിഫറെന്റ് ലാംഗ്വേജ് ആയിരിക്കും. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ രണ്ടിനും ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അതെ. ബയോളജി സയൻസിനും അതിൻ്റെതായിട്ടുള്ള ലെവലിലുള്ള കാര്യങ്ങളുണ്ട്, കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള മേഖലകളുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല ഇവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരൊറ്റ കാര്യത്തിന്റെ ബേസ് ചെയ്തായിരിക്കും, ദാറ്റ് ഈസ് യുവർ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനോടാണ് താല്പര്യം കൂടുതൽ, അത് ബയോളജി സയൻസിനാകാം, കോഡിംഗ് താല്പര്യമുള്ള CS എടുക്കാം, യെസ് അത് കമ്പ്യൂട്ടർ സയൻസിനോടും ആകാം. അപ്പൊ ഏതാണോ നിങ്ങളുടെ താല്പര്യം, ഏത് സബ്ജക്റ്റിനോടാണോ നിങ്ങൾക്ക് ഇഷ്ടം, ആ മേഖലയിൽ പോയിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ ബയോളജി ഇഷ്ടപ്പെടുന്ന ഒരാള് കമ്പ്യൂട്ടർ സയൻസിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. അതൊരു കമ്പ്യൂട്ടർ ഇഷ്ടപ്പെടുന്ന ഒരാൾ ബയോളജി സയൻസിൽ വന്നാൽ എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും ബയോളജി പാടാണെന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഏത് സബ്ജക്റ്റിനോടോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, ഇൻട്രസ്റ്റ്, ആ സബ്ജക്ട് ചൂസ് ചെയ്യുക. സോ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ കാണാം.